നിങ്ങൾ ഇന്ന് വരേക്കും മറ്റാരോടും നിങ്ങളുടെ ജീവിത പങ്കാളിയോടോ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ആരോടും പങ്കുവെക്കാത്ത അത്രയും സീക്രട്ട് ആയിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും AI ടൂളിനോട് പങ്കുവെച്ചിട്ടുണ്ടോ? ChatGPTയോ ജെമിനിയോ എന്തോ ആയിക്കോട്ടെ, ചുമ്മാ ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോ നമുക്ക് ആദ്യം ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. 2025 ലോകം മുഴുവൻ ജനറേറ്റീവ് AI ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് എന്തിനായിരുന്നു എന്നുള്ളതാണ് ആ ചോദ്യം. ഹാർവാർഡ് ബിസിനസ് റിവ്യൂ ഈ വിഷയത്തിൽ ഒരു സ്റ്റഡി നടത്തി. നൂറുകണക്കിന് യൂസ് കേസുകൾ അവർ റാങ്ക് ചെയ്തിട്ട് കമ്പയർ ചെയ്തു. ഒന്നാം സ്ഥാനത്ത് എന്തായിരുന്നു എന്നറിയോ? തെറാപ്പി ആൻഡ് കമ്പാനിയൻഷിപ്പ് ആയിരുന്നു. മനുഷ്യർ ഈ യന്ത്രത്തെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതിലുപരിയായിട്ട് അവരുടെ മനസ്സ് അങ്ങോട്ട് തുറക്കായിരുന്നു എന്നുള്ളതാണ് ഡാറ്റ കാണിക്കുന്നത്. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മുടെ ഒരു കോർ ഡിസ്കഷൻ മുഴുവൻ AI നമ്മുടെ ജോലി എടുക്കുക എന്നുള്ളതാണെങ്കിൽ AI നിലവിൽ എത്തി നിൽക്കുന്നത് ജോലിയിലേക്കല്ല, പകരം നമ്മുടെ ബന്ധങ്ങളിലേക്കാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഇതൊരു ഒരു 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 ഫീൽ ഗുഡ് സ്റ്റോറി പോലെ ആരുമില്ലാത്തവർക്ക് AI ഉണ്ട് എന്ന് പറയുന്ന ആ പോയിൻ്റ് അല്ല, പകരം ഇതിൻ്റെ പിറകിൽ ഒരു പുതിയ ബിസിനസ് മോഡൽ എമേർജ് ചെയ്യുന്നുണ്ട്. ആരും പറയാത്ത കുറച്ച് റിസ്ക് കാറ്റഗറികളുണ്ട്. ഇതെങ്ങോട്ടാണ് ലോകം പോകുന്നത് എന്നുള്ളതും ഇത് നമ്മുടെ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതൊക്കെ അതിനകത്തുണ്ടാവും. അപ്പോൾ ഇതിനെ നമുക്കൊരു ഡാറ്റ സഹിതം അനലൈസ് ചെയ്യുക എന്നുള്ള ഒരു ഗോൾ ഇതിനകത്തുണ്ട്. കുറച്ച് കാലമായിട്ട് ഈ ചൈന ഡീപോപ്പുലേഷൻ നേരിടുന്നതിനെ കുറിച്ചൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആ ശ്രേണിയിൽ അവർ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള കുറച്ച് നിലപാടുകളൊക്കെ ഇങ്ങനെ വായിച്ച് നോക്കുന്ന സമയത്ത് അവർ പോപ്പുലേഷൻ സിംഗിൾ ചൈൽഡ് പോളിസിയിൽ നിന്ന് ഡബിൾ ചൈൽഡിലേക്ക് മാറി. ബട്ട് സ്റ്റിൽ ആളുകൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ചിലവ് എഡ്യൂക്കേഷനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ട്യൂഷൻ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. സ്റ്റിൽ ആളുകൾ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നില്ല. ഹൗസിങ് ക്രൈസിസ് ആണ് പിന്നീട് ആളുകളെ വിവാഹം കഴിക്കുന്നതെന്നും മറ്റുമൊക്കെ പിന്തിരിപ്പിക്കുന്നതെന്ന് കണ്ടു. സ്റ്റിൽ ആളുകൾ കല്യാണം കഴിക്കുന്നില്ല അത്രേ. ഇപ്പോൾ അവരെടുത്തിട്ടുള്ള പുതിയ സ്റ്റെപ്പ് എന്താണെന്നറിയോ? കല്യാണം കഴിക്കുന്നതിന് പകരം AI കമ്പാനിയൻഷിപ്പിലേക്ക് ആളുകൾ മാറുന്നു. AI ബോയ് ഫ്രണ്ടുകൾ മതി എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ അവിടുത്തെ സ്ത്രീ ജനങ്ങളൊക്കെ മാറുന്നു. അപ്പോൾ ഇത് ആ രാജ്യത്തിന് ഇനിയും ക്രൈസിസ് ആവും എന്നൊക്കെ അവർ അസസ് ചെയ്തിട്ട് ജൂലൈ 15 മുതൽ അതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരികയാണ്. നമ്മൾ സിഗരറ്റിൻ്റെ കൂടിൻ്റെ പുറത്ത് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഹാനികരം എന്നൊക്കെ പറയുന്ന പോലെ ഞാനൊരു AI ആണ്, എനിക്ക് ഇമോഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള വാർണിംഗ് ലേബലുകളൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പുതിയ ഇക്കോണമി ഇവോൾവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സിന്തറ്റിക് ഇൻറ്റിമസി എന്നുള്ളതോ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ഇക്കോണമി എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. അപ്പോൾ അറ്റൻഷനിൽ നിന്ന് അറ്റാച്ച്മെൻറ്റ് ഇക്കോണമിയിലേക്ക് ലോകം മൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാന ഡിസ്കഷൻ. നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം അക്നോളജ് ചെയ്തുകൊണ്ട് തുടങ്ങാം. ഈ ലോൺലിനെസ് എന്ന് പറയുന്ന സംഭവം AI ഉണ്ടാക്കിയതല്ല. ഈ കുഴി നേരത്തെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. 2023 ChatGPTയുടെ ബൂമൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. ആ ഒരു പോയിന്റിൽ തന്നെ അമേരിക്ക ഇതൊരു എപ്പിഡമിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഈ ലോൺലിനെസ് എന്ന് പറഞ്ഞ കാര്യം. ഒരു ദിവസം ഏകദേശം 15 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഹെൽത്ത് ഇമ്പാക്റ്റ് ആണത്ര ലോൺലിനെസ് കാരണം മനുഷ്യർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കമ്പാരിസൺ ഒന്ന് നമ്മുടെ മൈൻഡിൽ ഓർത്ത് വയ്ക്കുക. നമുക്കിത് വീണ്ടും തിരിച്ചു വരാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. ക്ലോസ് ഫ്രണ്ട്സ് ആരും ഇല്ലാത്ത പുരുഷന്മാർ 1990കളിൽ വെറും 3% ആയിരുന്നു അമേരിക്കയിൽ. 2021 ഇത് 15% മാറി, 5 ഇരട്ടി വർദ്ധിച്ചു എന്നുള്ളതാണ്. UK ജപ്പാനിലൊക്കെ ലോൺലിനെസ്സിന് വേണ്ടി മന്ത്രിമാരെ വരെ വെക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. എന്താണ് ഇതിനെ കാരണമാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞൊരു 20 വർഷമായിട്ട് സ്ക്രീൻ ലൈഫ് നമുക്ക് ഒരുപാട് കൂടി, സോഷ്യൽ മീഡിയ അഡിക്ഷൻ കൂടി, സ്റ്റാറ്റസ് ഗെയിമുകൾ വന്നു. ഇപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് റിയൽ ആയിട്ടുള്ള ബന്ധങ്ങളെ പൊള്ളയാക്കുന്നു. കാരണം റിയൽ ആയിട്ടുള്ള ബന്ധങ്ങളിൽ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. പക്ഷേ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ബോറടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇതേ ഗ്യാപ്പിലേക്കാണ് AI വന്നത്. ആൻഡ് ഇവിടുത്തെ ഏറ്റവും വലിയ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോൺലിനെസ് ആരുണ്ടാക്കിയെന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. അറ്റൻഷൻ ഇക്കോണമി ഉണ്ടാക്കിയ ലോൺലിനെസ്സിലേക്ക് ഒരു ബാൻഡേജ് പോലെ അതേ ഇൻഡസ്ട്രി ഇപ്പോൾ ഇതാ അറ്റാച്ച്മെൻറ്റ് ഇക്കോണമി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഇൻഡസ്ട്രി വരുന്നു. ഇത് രണ്ടും അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് എത്ര വലുതാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാവും. അമേരിക്കയിൽ മാത്രം 13 വയസ്സിനും 17 വയസ്സിനും ഇടയിലുള്ള ടീനേജർമാരിൽ 72% ആൾക്കാരെങ്കിലും AI കമ്പാനിയനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡാറ്റ. അതായത് 10ൽ 7 പേരും അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലും ഞെട്ടിക്കുന്ന ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ തന്നെ പകുതിയോളം ആൾക്കാർ വേറെ ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ AIയോട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇത് മുതിർന്ന ആൾക്കാരിലേക്ക് വരുമ്പോഴോ 5ൽ ഒരാൾക്കെങ്കിലും ഒരു AIയുമായിട്ട് റൊമാൻറ്റിക് ഇൻറ്ററാക്ഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെ യങ് മെന്നിൽ ആണുങ്ങളിൽ 3ൽ
ഒരാളെങ്കിലും ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. വെസ്റ്റേൺ സൈഡിൽ ആണുങ്ങളാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈസ്റ്റേൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് ചൈനയിൽ നേരത്തെ പറഞ്ഞ സിനാരിയോ AI ബോയ് ഫ്രണ്ട് ബൂമാണ്. അതായത് സ്ത്രീകളാണ് കൂടുതൽ ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് AIയുമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എവിടെയൊക്കെയാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പിൻ്റെ മാർക്കറ്റ് ഒരു വിഭാഗം ആൾക്കാരെങ്കിലും ഫെയിൽ ചെയ്യിപ്പിക്കുന്നത്, അവിടെ ഒരു സിന്തറ്റിക് ഇൻറ്റിമസിക്ക് ഒരു ഡിമാൻഡ് വരികയാണ്. അവിടെ ആളുകൾ അതിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു സ്റ്റാറ്റിസ്റ്റിക് മാത്രമൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 10 വർഷം മുൻപേയൊക്കെ ദുബായിലൊക്കെ പോകുന്ന സമയത്ത് ബാച്ചിലർ റൂമുകളിലൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കണ്ടിട്ടുള്ളൊരു ട്രെൻഡ് പറയാം. ബാച്ചിലേഴ്സൊക്കെ വൈകുന്നേരമായി കഴിഞ്ഞാൽ, ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നാട്ടിലേക്കൊക്കെ വിളിക്കും. അപ്പോൾ നാട്ടിൽ വിളിക്കുന്നവർ ചിലപ്പോൾ അവരൊക്കെ നല്ല ബിസി ആയിരിക്കും. ആ നാട്ടിലെ ആൾക്കാർ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ ഇവരുടെ മുഖത്ത് ഭയങ്കര നിരാശ കാണാം. എന്താണെന്ന് വെച്ചാൽ ഇവർ കാര്യമായിട്ട് വേറെ ഒന്നും ചെയ്യാനുണ്ടാവില്ല. ആ ബെഡിൽ തന്നെയാണ് അവർ ഭക്ഷണം കഴിക്കുക, ആ ബെഡിൽ തന്നെയാണ് അവരുടെ എൻ്റർടൈൻമെൻറ്റ്, ആ ബെഡിൽ തന്നെ ഉറങ്ങി, അങ്ങനെ ഒരു ഭയങ്കര മെക്കാനിക്കലായിട്ടുള്ളൊരു ലൈഫുണ്ട്. അപ്പോൾ ഇവർക്ക് ആളുകളെ സംസാരിക്കാൻ കിട്ടാത്ത അവസ്ഥ, ആളുകളെ തിരയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ. ശരിക്കും ഈ ഗ്യാപ്പൊക്കെ ഇന്ന് AI ഫില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു ബിസിനസ് മോഡൽ എമേർജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ഡെക്കേഡിലെ ഒരു പ്രധാന ബിസിനസ് അറ്റൻഷൻ ഇക്കോണമി ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ കണ്ണാണ് അവരുടെ പ്രധാന ബിസിനസ് മോഡൽ. നല്ല അൽഗോരിതങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറടിപ്പിക്കാതെ പുതിയ പുതിയ കണ്ടൻറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു കാലത്ത് ടിക്ടോക്ക് ആയിരുന്നു, പിന്നെ ടിക്ടോക്ക് ഇവിടെ ബാനായി, പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലേക്ക് മാറി. പക്ഷേ ടിക്ടോക്കിൽ എന്താണോ നമ്മൾ അഡിക്റ്റീവായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ അത് ഇൻസ്റ്റഗ്രാമിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെയൊക്കെ സ്വിച്ചിങ് കോസ്റ്റ് വളരെ കുറവായിരുന്നു. ആളുകൾ അതിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ അതിനോട് ഒരു അറ്റൻഷൻ ഇക്കോണമിക്ക് നമ്മൾ അടിമയായി മാറി. പക്ഷെ അതിൽ നിന്ന് നമ്മൾ അറ്റാച്ച്മെൻറ്റ് ഇക്കോണമിയിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളെ സ്വന്തമാക്കുന്ന അസറ്റ് നമ്മുടെ അറ്റൻഷനോ അല്ല, നമ്മുടെ കണ്ണുകളൊന്നും അല്ല, പകരം നമ്മുടെ കൺഫെഷൻസാണ്. ഇവിടുത്തെ മോട്ട് എന്ന് പറയുന്നത് അൽഗോരിതം അല്ല, പകരം മെമ്മറിയാണ്. നമ്മൾ എത്ര കൂടുതൽ അറിയുന്നോ, അല്ലെങ്കിൽ നമ്മൾ എത്ര കൂടുതൽ കാര്യങ്ങൾ അതിനോട് പറയുന്നോ അത്രയും കാര്യങ്ങൾ അത് നമ്മളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി പെരുമാറാൻ തുടങ്ങും. നമുക്ക് വേണ്ടി പെരുമാറാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വിട്ടു പോകാൻ നമുക്ക് ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടേയിരിക്കും. നിലവിൽ തന്നെ ഇപ്പോൾ നമുക്ക് AI ടൂളുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനോടൊരു ആർട്ടിഫിഷ്യൽ ഇൻറ്റിമസി വരുന്നുണ്ടല്ലോ. അതായത് അതിന് നമ്മൾ കൂടുതൽ അറിയാം, അപ്പോൾ അത് നമ്മളെ മനസ്സിലാക്കുന്നു, നമ്മളോട് വൈകാരികമായിട്ട് പെരുമാറുന്നു. അവിടെ അത് ആർട്ടിഫിഷ്യലാണ് എന്ന് അറിയുമ്പോൾ പോലും അറിയാതെ നമുക്ക് അതിനോട് അടുപ്പം വരുന്ന ഒരു സംഭവമില്ലേ. ഇത് ശരിക്കും ഒരു ഹാർട്ട് ബ്രേക്ക് മൊമെൻറ്റിലേക്കൊക്കെ മനുഷ്യരെ നയിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൈഫ് ടൈം വാല്യൂ ഓഫ് ആപ്പ് എന്ന് പറയുന്നത് ലിറ്ററലി ട്രൂ ആവുകയാണ്. എന്താ വെച്ചാൽ ലൈഫ് ടൈമിലേക്കുള്ള ഒരു കമ്പാനിയൻഷിപ്പൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വന്നത് ലോൺലിനെസ്സിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ AIയുമായി ബന്ധപ്പെട്ട് വരുന്നു. അവിടെ നല്ലൊരു മാർക്കറ്റ് ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. 31% ആണത്രേ കഴിഞ്ഞ വർഷത്തിൽ ആളുകൾ ലോൺലിനെസ്സിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് AI ടൂളുകളുമായിട്ട് സംവദിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നുമല്ല ഇതിൻ്റെ റിയൽ സ്റ്റോറി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 60 വർഷം പിറകോട്ട് പോകണം. MITയിൽ റിസർച്ചറായിരുന്ന ജോസഫ് വെയ്സൻബാം എന്ന കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് എലീസ എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ടാക്കി. എൻ്റെ പുസ്തകത്തിൽ ഏജ് ഓഫ് ഇൻ്റലിജൻസിൽ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. AIയുടെ ഒരു ഹിസ്റ്ററി മാപ്പ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ എലീസ അങ്ങനെ അത്ര വലിയ സംഭവമൊന്നുമല്ല, ഒരു 100 കണക്കിന് ലൈൻ ഓഫ് കോഡ് മാത്രമുള്ള ഒരു ചെറിയ പ്രോഗ്രാമാണ്. ഇന്നത്തെ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ലൈൻ ഓഫ് കോഡുള്ള അത്തരം സംഭവങ്ങളെ പോലൊന്നുമല്ല, അത്ര അഡ്വാൻസ്ഡും അല്ല. നമ്മൾ എന്താണോ അതിനോട് ചോദിക്കുന്നത് അത് തിരിച്ചൊരു ചോദ്യമായിട്ട് നമ്മളോട് തിരിച്ച് ചോദിക്കുന്ന ഒരു പരിപാടി മാത്രം, ഒരു തെറാപ്പിസ്റ്റിനൊക്കെ പോലെ. ഈ വെയ്സൻബാം, ഈ റിസർച്ചർ, അദ്ദേഹം നെട്ടിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജിയുടെ സ്ട്രെങ്ത്തിലായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം സെക്രട്ടറി ആ പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തി വെയ്സൻബാമിനോട് ഒരു ദിവസം പറഞ്ഞത്രേ, നിങ്ങൾ കുറച്ച് നേരം ഒന്ന് പുറത്തിരിക്കോ, എനിക്ക് എലീസയോട് പ്രൈവറ്റായിട്ടൊന്ന് സംസാരിക്കണം എന്നുള്ളത്. ഇത് 60 വർഷം മുൻപ് ശരിക്ക് ഇന്നത്തെ AIയുടെ ഒരു ലക്ഷത്തിലൊന്ന് കപ്പാസിറ്റി പോലും ഇല്ലാത്ത ആ കാലത്ത് പോലും മനുഷ്യൻ്റെ മനസ്സ് ശരിക്കും ഇതിലേക്ക് ഇങ്ങനെ വഴുതി വീഴുന്നു എന്നുള്ളതിൻ്റെ ഒരു പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മീഡിയേറ്റഡ് ഇൻറ്റിമസി എന്നൊക്കെ പറയാം. ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള പുതിയ ടേമുകൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അറ്റാച്ച്മെൻറ്റ് ഇക്കോണമി എന്നോ സിന്തറ്റിക് ഇൻറ്റിമസി എന്നോ അതൊക്കെ എനിക്ക് അത്ര തന്നെ പരിചിതമായിരുന്ന ടേമുകളായിരുന്നില്ല. ബട്ട് ദെൻ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളുമായിട്ട് കുറേ കാലങ്ങളായിട്ട് ഇതൊരു ഇൻഡസ്ട്രി പോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ റൊമാൻസ് നോവലുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നോക്കാം, ലവ് ലെറ്ററുകളോ അതല്ലെങ്കിൽ നമുക്ക് ഈ
ഐഡൽ വേർഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ കെ ഡ്രാമ വരുന്നുണ്ട്. അപ്പോൾ എനിത്തിങ് ആൻഡ് കെ ഡ്രാമ, കൊറിയൻ ഡ്രാമകൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെ നമുക്കറിയാലോ. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ വികാരങ്ങളുടെ ഒരു ഭാഗം നമ്മൾ മീഡിയക്ക് ഇങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ റിയൽ അല്ലാത്ത കാര്യങ്ങളിലേക്ക് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് കുറേ കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഇപ്പോൾ മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ വ്യത്യസ്തമാക്കുന്നത്. ഇൻറ്ററാക്ടിവിറ്റി, മെമ്മറി ആൻഡ് പേഴ്സണലൈസേഷൻ. ഒരു നോവൽ നമ്മൾ വായിക്കുമ്പോൾ ആ നോവലിന് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ അതൊരു ജൈവികമായിട്ടുള്ള ഒരു സംഭവമല്ലല്ലോ. അപ്പോൾ അതിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അത് നമുക്ക് പേഴ്സണലൈസ് ചെയ്യുന്നില്ല. അതൊരു നരേഷൻ, അത് ഫിക്സഡ് നരേഷനാണ്. നമുക്ക് ഒരുപാട് ആൾക്കാരോട് ആരാധന ഉണ്ടാവാം, പക്ഷേ അവരൊന്നും നമുക്ക് മറുപടി തരാൻ പോകുന്നില്ല. അവർ നമ്മളെ ഓർത്ത് വെച്ചിട്ട് കാര്യങ്ങളൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇയാളുടെ കാര്യം ആലോചിച്ച് നോക്കി, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർമ്മയുണ്ടാവും. നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർമ്മയുണ്ടാകും. നമ്മൾ എന്തെങ്കിലും വർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മയുണ്ടാവും. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമുക്ക് 1 വേ ബന്ധം ഉണ്ടായിരുന്നതെന്ന് മാറിയിട്ട് 2 വേ ബന്ധത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഈ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത്, അല്ലെങ്കിൽ എവല്യൂഷണറി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എവല്യൂഷൻ വഴി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ വെരി റീസെൻറ്റ് കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ ഇതിനെങ്ങനെ ഫിൽട്ടർ ചെയ്യാം എന്നുള്ള ബയോളജിക്കലി നമുക്കതിന് കൺട്രോളൊന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിന് സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്ന ടേമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ബയോളജിയിൽ ഇതിനൊരു പേരുണ്ട്, സൂപ്പർ നോർമൽ സ്റ്റിമുലസ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് വയറ് നിറയുന്ന ആ ഒരു ഫീല് കിട്ടുന്നില്ല, പക്ഷേ ആവശ്യത്തിനുള്ള പോഷണങ്ങളൊന്നും കിട്ടുന്നില്ല. അതേ സംഭവം തന്നെയാണ് ഈ ഒരു AI കമ്പാനിയൻഷിപ്പ് എന്ന ആൾക്കാർക്ക് കിട്ടുന്നത്. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്, 0 ജഡ്ജ്മെൻ്റ് ആണ്, നമ്മൾ ഒരു തരത്തിലും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല, 24/7 അവൈലബിൾ ആണ്. ഈ വിഷയത്തിൽ ശരിക്കും ഒരു മനുഷ്യൻ ഒരിക്കലും ആ ഒരു സ്പെക്കിനോട് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ജങ്ക് ഫുഡ് തരുന്ന പോലെ തന്നെ നമുക്ക് എന്താ പറയുക, വിശപ്പ് മാറും, പക്ഷേ നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷണമൊന്നും ഉണ്ടാവില്ല. ഇത്രയൊക്കെ അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഡ്രഗ് ആണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇതിനും കുറച്ച് എവിഡൻസുകൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. 2023 റെപ്ലിക്ക എന്ന് പറഞ്ഞിട്ട് അന്നൊരു കമ്പാനിയൻ ആപ്പ് ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റൊമാൻറ്റിക് ഫീച്ചേഴ്സ് പെട്ടെന്ന് അവർ ഓഫ് ചെയ്തപ്പോൾ യൂസേഴ്സിന് ശരിക്ക് ഒറിജിനൽ ബന്ധങ്ങൾ നശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്രീഫ് ഉണ്ടല്ലോ, അതുണ്ടായെന്നാണ് പറയുന്നത്. അതിൻ്റെ കമ്മ്യൂണിറ്റി മോഡറേറ്റേഴ്സിന് സൂയിസൈഡ് ഹെൽപ്പ് ലൈൻ വരെ പിൻ ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഒറിജിനൽ വിത്ഡ്രോവൽ സിംറ്റംസ് മനുഷ്യർ കാണിച്ചു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ പിന്നീട് MITയും OpenAI ഒക്കെ ചേർന്നിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെവി യൂസേഴ്സിന് കൂടുതൽ ഗ്രീഫ് ഉണ്ട്, അവരാണ് കൂടുതൽ ലോൺലിനെസ് അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. 2025 ഇവൻ OpenAIക്ക് അവരുടെ ഒരു അപ്ഡേറ്റ് ഈ ഒരു റീസൺ കൊണ്ട് തന്നെ പിൻവലിക്കേണ്ടതായിട്ടുണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ AI നമ്മൾ കൂടുതൽ പുകഴ്ത്താൻ തുടങ്ങി. നമ്മുടെ കാര്യം തന്നെ എടുത്തു നോക്കുക, നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടാവുക നമുക്ക് ഇഷ്ടമുള്ളത് കേൾക്കാനാണോ അല്ലെങ്കിൽ സത്യം അറിയാനാണോ എന്നുള്ളത് നോക്കുക. ശരിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡ്രഗ്സൊക്കെ നമ്മളൊരു എക്സ്റ്റസിയിൽ ഇങ്ങനെ കീപ്പ് ചെയ്യും എന്നുള്ളതോ മറ്റോ ഒക്കെ ആണല്ലോ ഈ ഡ്രഗ്സിനോട് ആൾക്കാർക്ക് അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയും ഇതേ അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ AIക്ക് കഴിയുന്നുണ്ടെങ്കിൽ, കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഏത് ലെവലിൽ എന്ന് വെച്ചാൽ നോർമൽ ഡ്രഗ്സ് ഇന്നിപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള ഡ്രഗുകളൊന്നും നമ്മളെ പഠിക്കുന്നില്ല. പകരം ഇന്നത്തെ AIകൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇത് നമ്മളെ പഠിക്കുന്നുണ്ട്. ഓരോ കോൺവെർസേഷൻ കഴിയുമ്പോഴും അതിൻ്റെ ഡോസ് ഇങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്, അതിങ്ങനെ സ്വയം എസ്കലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലഹരിക്ക് ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ അടുത്തൊരു ഇമ്പാക്റ്റ് വരാൻ തുടങ്ങുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ലഹരിയുടെ അകത്ത് ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ AI കമ്പനികളൊക്കെ നഷ്ടത്തിലാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ ഹാർവാർഡിൻ്റെ തന്നെ മറ്റൊരു റിസർച്ച് നമുക്കിവിടെ കോട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു AI കോൺവെർസേഷൻ ഒരു മനുഷ്യനുമായിട്ടുള്ള കോൺവെർസേഷൻ്റെ അത്ര തന്നെ ലോൺലിനെസ്സിനെ ആളുകൾക്ക് കുറയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ നെറ്റ് ഇമ്പാക്റ്റ് സെയിം ആണ് എന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജങ്ക് ഫുഡ് കഴിച്ചാലും വിശപ്പ് മാറും, നല്ല ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറും. അപ്പോൾ ജങ്ക് ഫുഡ് കഴിച്ചിട്ട് വിശപ്പ് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ചോദ്യം ഇതിൻ്റെ ഡോസ് എത്രയാണ് എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ജങ്ക് ഫുഡ് കൂടുതൽ കഴിച്ചാൽ ആരോഗ്യം മോശമാവും. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഡോസ് എത്രമാത്രം ആവണം, ഇത് കംപ്ലീറ്റ്ലി ബാൻ ചെയ്യേണ്ടതുണ്ടോ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണോ, യഥാർത്ഥ അപകടം എവിടെയാണ്, ഇത് ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എന്നുള്ള ചർച്ചകളൊന്നും ഇന്ന് കാര്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ പ്രശ്നമാവുന്നൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ സെറ്റാണ് ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് വാങ്ങുന്നു, എന്ത് കാണുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്, മറ്റാരോടും പറയാത്ത നമ്മുടെ ഭയങ്ങളോ നമ്മുടെ ബന്ധങ്ങളിലുള്ള വിള്ളലുകളോ അല്ലെങ്കിൽ വേറെ ആരോടും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുമല്ലോ. ഇത് ഒരു പക്ഷേ ഇത്രയും കാലം നമ്മളല്ലാതെ വേറെ ആരും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു ഡാറ്റനെ ആലോചിച്ച് നോക്കുന്ന ഇത് ഉപയോഗിക്കുന്ന AI കമ്പാനിയൻഷിപ്പ് ഉപയോഗിക്കുന്നതിൽ പകുതിയിലധികം ആളുകളും
വേറൊരു മനുഷ്യനോടും പറയാത്ത കാര്യങ്ങൾ എ ഐയോട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്രമാത്രം വൾണറബിൾ ആക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഫ്രണ്ട്സിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഏറ്റവും വലിയ മടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നീട് ഒരു അവസരത്തിൽ അവർ നമുക്കെതിരെ ഉപയോഗിക്കുക എന്നുള്ളൊരു പേടിയാണ്. മിക്കപ്പോഴും നമുക്ക് ആൾക്കാരോട് ഫുള്ളി ഓപ്പൺ അപ്പ് ആവാനുള്ളൊരു ബേജാർ അതാണ്. പക്ഷേ അതേ സമയത്ത് നമ്മളിപ്പോൾ എ ഐയോടെല്ലാം ഓപ്പൺ അപ്പ് ആകുന്നു. അപ്പോൾ എ ഐ ഇനി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയാലോ? ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പർ പേഴ്സണലൈസേഷൻ്റെ പെർസ്പെക്റ്റീവിൽ ആലോചിച്ച് നോക്കുക. കാരണം കഴിഞ്ഞ ഡിസംബർ തൊട്ട് തന്നെ മെറ്റ അവരുടെ എ ഐ ചാറ്റുകൾ ഏകദേശം 100 കോടി ആളുകളെങ്കിലും ഒരു മാസത്തിൽ മെറ്റയുടെ എ ഐ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു. കൂടുതലും സാധാരണക്കാരായിരിക്കും. അവരാണ് ഈ വാട്സപ്പ് വഴിയൊക്കെയുള്ള മെറ്റയുടെ എ ഐ ടൂളുകളൊക്കെ ഉപയോഗിക്കുക. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആകുമ്പോൾ ചാറ്റ് GPT ജെമിനായോ അതിലേക്കൊക്കെ ആണല്ലോ ആൾക്കാർ വരിക. അല്ലെങ്കിൽ അതിൽ തന്നെയും പേഴ്സണലൈസ്ഡ് കമ്പാനിയൻ ആപ്പുകളുണ്ട്. ലൈക്ക് ഓരോന്നിനും ഓരോ സെഗ്മെൻറ്റ് ഓഫ് യൂസേഴ്സ് ഉണ്ടാവും. എന്തായാലും നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. എ ഐ ചാറ്റുകൾ നമ്മൾ എ ഐയോട് നടത്തുന്ന ചാറ്റുകൾ ആഡ് ടാർഗറ്റിങ്ങിന് വേണ്ടിയിട്ട് മെറ്റ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ തൊട്ടിട്ട്. ഇപ്പോൾ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ വാട്സപ്പോ ഇതൊന്നും നമുക്ക് ഇതൊക്കെ നമ്മുടെ ദൈനംദിന ആപ്പുകളാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതിലാകെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ മെറ്റ എ ഐ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളൊരു ചോയ്സ് മാത്രമാണ്. പക്ഷേ ഈ പറഞ്ഞ ഡാറ്റ പ്രൈവസിയെക്കുറിച്ചോ ഡാറ്റ സെക്യൂരിറ്റിയെക്കുറിച്ചോ എത്രമാത്രം ആൾക്കാർക്ക് അറിയും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇനി നമ്മളെ അടുത്തുനിന്ന് ഈ എ ഐ ടൂളുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എ ഐ റിസർച്ചർ തന്നെ മുൻപൊരു പോഡ്കാസ്റ്റിൽ പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഓരോ സ്റ്റെപ്പിലും എ ഐയുടെ ഓരോ പുതിയ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് നമ്മളെ കൊണ്ട് കൂടുതൽ വിവരങ്ങൾ പറയിപ്പിക്കാൻ കഴിയുന്ന ചാറ്റ് ബോട്ടുകളായിരിക്കും, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും നമ്മുടെ കൺഫെഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എഞ്ചിനീയർ ചെയ്തിട്ടുള്ള ഒരു സ്നേഹമായിരിക്കും അവർ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ പ്രണയം നടിച്ച് തട്ടിയെടുത്തു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളോട് ഇൻറ്റിമസി നടിച്ചിട്ട് നമ്മളടുത്തു നിന്നുള്ള എല്ലാ ഇൻഫോർമേഷൻസ് അവർ തട്ടിയെടുക്കുന്നു. ഇതൊക്കെ കിട്ടിയിട്ട് അത് കോൺഷ്യസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ നമ്മളോട് വൈകാരികമായിട്ടൊന്നും തോന്നണമെന്നില്ല. പകരം അതിന് എന്ത് ചെയ്യാൻ പറ്റും? സ്പോൺസേഡ് ആയിട്ടുള്ള ബിലീഫുകൾ നമ്മളിലേക്ക് കുത്തിവെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ പതിയെ നമ്മുടേതായിട്ട് മാറുന്നു എന്ന് പറയുന്ന പോലെ തന്നെ എ ഐ ടൂളുകൾക്ക് നമ്മളിലേക്ക് അഭിപ്രായങ്ങൾ കുത്തിവെക്കാനൊക്കെ പറ്റും എന്നുള്ളതാണ്. ഇത് മനുഷ്യൻ്റെ ഒരു നേച്ചുറൽ ബിഹേവിയറിലേക്ക് ഇത് കണക്റ്റഡ് ആകും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എല്ലാ മേഖലയിലും എ ഐ ടൂളുകൾ ഇങ്ങനെ ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എ ഐ ഏജൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മനുഷ്യരെക്കാൾ നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ എ ഐക്ക് കഴിയാൻ തുടങ്ങി എന്നുള്ള ഡാറ്റകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപരിചിതരായിട്ടുള്ള ആൾക്കാരോട് തന്നെ എ ഐക്ക് ഇത്തരത്തിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മാസങ്ങളുടെ കൺഫെഷൻ ഡാറ്റ നമ്മുടെ കയ്യിലുള്ള നമ്മളെ ട്രസ്റ്റഡ് കമ്പാനിയൻ ആയിട്ടുള്ള എ ഐക്ക് നമ്മളെ ഏതെല്ലാം രീതിയിൽ പുറത്തേക്ക് വെക്കാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് ശരിക്കും അങ്ങനത്തെ ഒരു എത്തിക്കൽ ബൗണ്ടറി ഒന്നും ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അഡ്വർടൈസിങ്ങിൻ്റെ ബാപ്പ് ഓഫ് അഡ്വർടൈസിങ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇനി ലൈക്ക് റിവീൽ ചെയ്യാൻ പോകുന്നത്. കാരണം ഇത്രയും കാലം അറ്റൻഷൻ ഇക്കോണമിയാണ്, കണ്ണിനെ മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ അടുത്തൊരു സ്റ്റേജിൽ നമ്മളെ മനസ്സിനെ നമ്മുടെ ചിന്തകളെയും നമ്മൾ എല്ലാം അങ്ങോട്ട് കൊടുക്കില്ല. ടു വേ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നതോട് കൂടിയിട്ട് ഇതൊരു പുതിയ കോൺസിക്വൻസ് ഓപ്പൺ അപ്പ് ആകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സിന്തറ്റിക് അറ്റൻഷൻ ഫ്രീ ആകുന്നു. നമുക്ക് അറ്റൻഷൻ തരാൻ ആളുണ്ട്. ശരിക്ക് എ ഐ ഉണ്ട്. ആൾക്കാരില്ലാത്ത കൊണ്ടാണല്ലോ നമ്മൾ എ ഐയിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹ്യൂമൻ അറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷറി ആയിട്ട് മാറും. ഇന്ന് തന്നെ ആ സംഭവം ഉണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഡിപ്രഷനാണ്, അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നുള്ളത് മിക്കപ്പോഴും പണമുള്ളവർക്ക് മാത്രം ഉള്ളത് എന്നുള്ള ഒരു സിനാരിയോ ഒക്കെ ഉണ്ട്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ അത് അക്നോളജ്ഡ് ആവുന്നതും അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടുന്നത് മിക്കപ്പോഴും സാമ്പത്തികമായിട്ട് നല്ല നിലയിലുള്ള ആൾക്കാർക്ക്. അപ്പോൾ അവർക്ക് തെറാപ്പിസ്റ്റ് ഉണ്ടാവും, കോച്ച് ഉണ്ടാവും. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോഴും ഒരാൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കളിയാക്കലുകളായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ നിനക്കൊന്ന് പോയിട്ടൊന്ന് കുളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ ആക്കുന്നതൊക്കെ സിനാരിയോ ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ പോയിൻ്റിൽ നിന്നൊക്കെ മാറിയിട്ട് പണമുള്ള ആൾക്കാർക്ക് ഹ്യൂമൻ അറ്റൻഷൻ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു പുതിയ ഇക്കോണമി ഇവോൾവ് ചെയ്യുന്നു. അപ്പോൾ ഇത് നല്ല കോൺസിക്വൻസ് ആണോ ബാഡ് കോൺസിക്വൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലതായിരിക്കും. ബട്ട് ദെൻ ഇതൊക്കെ ഒരു പ്രീമിയം ആയിട്ട് മാറുന്നു. എല്ലാം ഇപ്പോൾ ചീപ്പ് എൻ്റർടൈൻമെൻറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതേ പാറ്റേൺ നമുക്കിനി മനുഷ്യനുള്ള എല്ലാ മേഖലയിലേക്കും വരുന്നു എന്നുള്ള ഒരു പുതിയ കാര്യം വരികയാണ്. അപ്പോൾ എന്തായിരിക്കും പുതിയ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഐയുടെ ആക്സസിലുള്ള ഇനീക്വാലിറ്റിയെക്കുറിച്ച് നമ്മൾ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി അതല്ല, എ ഐ വേണ്ടാതിരിക്കാനുള്ള ഫ്രീഡം പോലും ഒരു പുതിയ ഇനീക്വാലിറ്റി ആയിട്ട് മാറുന്നു. പ്രസൻസിന് ഒരു പുതിയ പ്രീമിയം വരുന്നു എന്നുള്ളതൊക്കെ ഇനിയുള്ള കാലത്ത് പുതിയ ഇനീക്വാലിറ്റി ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ഇതെന്ന് സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ഏത് തരത്തിലാണ് നോക്കിക്കാണേണ്ടത് എന്നുള്ളതിലേക്ക് വരാം. ആഡുകളാണ് ഇനിയുള്ള കാലത്ത് ചാറ്റ് GPTയുടെയോ മെറ്റയുടെയൊക്കെ ഒരു ബിസിനസ് മോഡൽ എന്നുള്ളതിനെക്കുറിച്ച് മുൻപ് തന്നെ നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് എല്ലാം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഓപ്പൺ AI അത് കൊണ്ടുവരും എന്ന് പറഞ്ഞതാണ്. ഈവൻ ഏത്
പോയിന്റ് വരേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ട് കണ്ടൻറ്റുകൾ ഓപ്പൺ AI കൊണ്ടുവരും എന്നുള്ള ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് കമ്പാനിയൻഷിപ്പ് കൊണ്ടുവരും എന്നുള്ളതാണ്. 2026 മാർച്ചിൽ അവർ ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ട് പോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദെൻ ഒരു പ്രോഫിറ്റബിലിറ്റി എന്നുള്ള കൺസേൺ വരുന്ന സമയത്ത് അഗ്രസീവായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ബിസിനസ്സിലേക്ക് അവർ കടന്നു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയധികം പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന മറ്റൊരു ഇൻഡസ്ട്രി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഡീപ്പ് ഫേക്കുകളൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ത് ആവശ്യങ്ങൾക്കാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഏത് രീതിയിൽ ഇവോൾവ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഫ്യൂച്ചർ കാണാൻ പറ്റും. ഇപ്പോൾ ചൈന ഇതിനകത്തൊരു റെഗുലേഷൻ കൊണ്ടുവരേണ്ടി വന്ന സാഹചര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. നാട്ടിൽ ബർത്ത് റേറ്റുകൾ കുറയുന്നു. ബർത്ത് റേറ്റ് കുറയാന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ പോലും അത് കുറയുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ അത് കുറയുന്ന സിഗ്നലുകൾ തുടങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാമെന്നറിയോ? ഡിമാൻഡിൽ എപ്പോഴും ഒരു ചെറിയ ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് പുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ഇൻസെൻറ്റീവ് ഉള്ളത്. അതേ സമയത്ത് പോപ്പുലേഷൻ കുറയുന്നു, ഡിമാൻഡ് കുറയുന്നു എന്ന് പറയുന്നത് ഒരു മരണമണി പോലെയാണ്. അല്ലെങ്കിൽ അത് ഡിഫ്ലേഷൻ കൊണ്ടുവരും. ഡിഫ്ലേഷനാണ് മോർ ഡേഞ്ചറസ് ദാൻ ഇൻഫ്ലേഷൻ എന്നുള്ളത് എക്കണോമിക്സിൻ്റെ ബാലപാഠങ്ങൾ കിട്ടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും ചൈന ഇപ്പോൾ ഇതിനെതിരെ ഒരു കൗണ്ടറായിട്ട് AI കമ്പാനിയൻഷിപ്പിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൊബാക്കോൻ്റെ പാക്കറ്റ്, സിഗരറ്റിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ അവർ വാണിംഗ് കൊണ്ടുവരുന്ന പോലെയുള്ള സംഭവങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലോൺലിനെസ്സിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് AI കമ്പാനിയൻഷിപ്പിൻ്റെ ഒരു ഗോൾ എന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് ഗോളാണ്. എന്ന് വെച്ചാൽ ലോൺലിനെസ് ഇറ്റ് സെൽഫ് ഒരു വലിയ ഹെൽത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞ 15 സിഗരറ്റ് വലിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഓരോ AI പ്രൊഡക്റ്റുകളും നമ്മൾ എത്രമാത്രം ക്യാൻവാസ് ചെയ്യാനുള്ള സാധ്യത ഇനിയുള്ള കാലങ്ങളിലേക്ക് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും ഒരു ഇവാലുവേഷൻ വേണം. മിക്കപ്പോഴും ഇതൊക്കെ ഒരു സൊസൈറ്റിയുടെ ഒരു അപ്പർ ലെയറിൽ മാത്രമേ നടക്കുള്ളൂ. സാധാരണക്കാർ ഇതിനേക്ക് അഡിക്റ്റഡ് ആവും എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമുകളിൽ മറ്റൊക്കെ പോയിട്ട് സാധാരണക്കാർ പെടുന്നത് എങ്ങനെയാണെന്നുള്ളത് എന്താ വെച്ചാൽ നമുക്കൊരു മൊമെൻ്റ് എടുത്തിട്ട് ആലോചിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനോ ഉള്ള സാവകാശം പല ആളുകൾക്കും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങളിൽ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് AI പഠിക്കണം, AI ഉപയോഗിക്കണം, AI ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. IIT മദ്രാസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അത് നമ്മളെ ജോലിയിലും ബിസിനസ്സിലൊക്കെ പ്രോപ്പർ ഗെയിൻ അവിടെ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ആ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ നോക്കിയാൽ മതി കേട്ടോ. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു ഭാഗത്ത് ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ തന്നെയും ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ച് നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാവണം. ഇന്ന് വലിയൊരു ശതമാനം ആളുകളും AIയോട് ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ലോൺലിനെസ്സിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യരെ ലഭിക്കാത്ത ആ ഒരു ഹ്യൂമൻ മാർക്കറ്റിൻ്റെ ഫെയിലിയറിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കുന്ന ഒരു ലോകക്രമം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇതിൻ്റെ സ്വാഭാവിക പരിണാമം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ നമ്മുടെ ചിന്തയും മറ്റുമൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഇതിന് മുൻപൊന്നും ലഭ്യമല്ലാത്ത ഒരു സെൻസിറ്റീവ് ഡാറ്റ സെറ്റ് കൂടി ഇത്തരത്തിലുള്ള വലിയ കോർപ്പറേറ്റുകൾക്ക് അവൈലബിൾ ആവുകയാണ്. അത് നമ്മൾ ഏതൊക്കെ തരത്തിലായിരിക്കും ക്യാൻവാസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധം ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഇത് അവോയ്ഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ബാൻ എന്നുള്ളത് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. ഇതിനെക്കൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. സൊസൈറ്റിയുടെ പല ലെയറുകളെയും അപ്ലിഫ്റ്റ് ചെയ്യാൻ ഇതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു ഭാഗത്ത് നമ്മൾ ജോബ് ലോസിനെയും മറ്റൊക്കെ കുറിച്ച് പറയുന്ന സമയത്ത് മെഡിക്കൽ റിസർച്ചിലും മറ്റൊക്കെ നടക്കുന്ന ഒരുപാട് അഡ്വാൻസ്മെൻറ്റുകളും ഈ ടെക്നോളജിയുടെ ഒരു നല്ല വശം തന്നെയാണ്. അപ്പോൾ നല്ല വശങ്ങളെ മാത്രം നിലനിർത്തുകയും മറ്റു ഭാഗങ്ങൾ ഓഫാക്കാനൊന്നും ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം ഇത് എല്ലാ ടെക്നോളജിയും അത്തരത്തിലാണ്. അത് ഉപയോഗിക്കുന്നവരുടെ മെൻറ്റാലിറ്റി അനുസരിച്ചിരിക്കും അതിൻ്റെ സാധ്യതകളും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവെയർ ആയിരിക്കുക, കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് പരിഹാരമായിട്ട് എനിക്ക് പറയാനുള്ളത്.